നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീടിനുള്ളിൽ ദൈവിക സാന്നിധ്യം നിറഞ്ഞ ഇടം എന്ന സങ്കല്പത്തോടെ പരിപാലിക്കുന്ന സ്ഥലമാണ് പൂജാമുറി. ദൈവങ്ങൾ വസിക്കുന്ന സ്ഥലം, ദൈവിക ചൈതന്യം ഏറ്റവും നിറഞ്ഞ സ്ഥലം, അതാണ് പൂജാമുറി. ഇപ്പോൾ ആരാധനാലയങ്ങൾ പോലെ പ്രതിഷ്ഠാകർമ്മമോ പൂജാവിധികളോ നടക്കുന്നില്ലെങ്കിലും പൂജാമുറിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അമ്പലങ്ങളിൽ നടക്കുന്ന പൂജകൾ പോലെ മുറയ്ക്കുള്ള പൂജകളോ തന്ത്രികൾ വന്നോ അല്ലെങ്കിൽ തിരുമേനിമാർ വന്നോ ഉള്ള പൂജകളും മറ്റും നടക്കുന്നില്ല എങ്കിൽ പോലും പൂജാമുറിക്ക് നമ്മൾ ഓരോ വ്യക്തികളും അവരുടേതായ രീതിയിലുള്ള വിളക്കുകൾ കത്തിക്കുകയും അല്ലെങ്കിൽ മന്ത്രോച്ചാരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിനും ക്ഷേത്രത്തിന് നൽകുന്ന പ്രാധാന്യത്തോളം വരുന്നില്ലെങ്കിലും പൂജാമുറിക്കും വളരെ ചിട്ടയോടും അടുക്കോടും കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതും പ്രാധാന്യം നൽകേണ്ടതും വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് നമ്മളുടെ ആവശ്യങ്ങളും നമ്മളുടെ ആവലാതികളും ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ദൈവത്തോട് സംസാരിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ വീട്ടിലെ ഏറ്റവും പോസിറ്റീവ് നിറഞ്ഞ സ്ഥലം കൂടിയാണ് പൂജാമുറി എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ അത്രത്തോളം പവിത്രമായി നമ്മളുടെ ഭവനത്തിൽ ദൈവം വസിക്കുന്ന ഇടമാണ്. അപ്പോൾ അത്രത്തോളം പവിത്രമായി നമ്മൾ സൂക്ഷിക്കുന്നതാണ് പൂജാമുറി. അതുപോലെ തന്നെ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും നാമങ്ങൾ കൊണ്ടും ധൂപങ്ങളും ദീപങ്ങളും കൊണ്ടും എല്ലാം അത്രത്തോളം പോസിറ്റീവായ ഊർജം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് പൂജാമുറി. ഈ പവിത്രത നിലനിർത്തിക്കൊണ്ട് പൂജാമുറികൾ സൂക്ഷിക്കേണ്ടതും വൃത്തിയായി കരുതി പോരേണ്ടതും വളരെ അത്യാവശ്യമാണ്. കാരണം ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടമാണെങ്കിലും പൂജാമുറി ചില വസ്തുക്കൾ സൂക്ഷിച്ചാൽ അത് ദോഷഫലങ്ങൾ നൽകുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ചില വസ്തുക്കൾ സൂക്ഷിക്കുന്നത് അത് മുഖേന നമ്മൾ എത്രത്തോളം പ്രാർത്ഥിച്ചാലും ഫലമില്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കും എത്തും. അതുകൊണ്ട് പൂജാമുറിയിൽ സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഭംഗം വരുത്തുന്നതായ ചില സാധനങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുക്കൾ സൂക്ഷിക്കാൻ പാടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത് ദൗർഭാഗ്യത്തിനും ദാരിദ്ര്യത്തിനുമൊക്കെ കാരണമാവുകയും പോസിറ്റീവ് എനർജി മാറി അത് നെഗറ്റീവ് എനർജി ആ പൂജാമുറിയിൽ നിറയ്ക്കുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ പൂജാമുറിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം എത്താതെ നിൽക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യം എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ കാര്യം തന്നെ പഴകിയ പൂക്കളാണ് അല്ലെങ്കിൽ പുഷ്പങ്ങളാണ്. നഗരത്തിലെ തിരക്കേറിയ ജീവിതത്തിൽ പൂജാമുറിയിൽ അർപ്പിക്കുന്നതിനായി യഥാസമയം പൂക്കൾ വാങ്ങാനും അല്ലെങ്കിൽ പൂക്കൾ ശേഖരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ നമ്മൾ ചില സമയത്ത് ഫ്രിഡ്ജിലുള്ള പുഷ്പങ്ങൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ 1-2 ദിവസം നീണ്ടുപോയി അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് വീണ്ടും പൂജാമുറിയിലും വിളക്കിൻ്റെ അടുത്തുമൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ശീലം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഉണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു കാര്യമാണ്. പൂജാമുറിയുടെ പവിത്രത പോലും നഷ്ടപ്പെടുത്തും. ചിലപ്പോൾ ചില പുഷ്പങ്ങളുടെ ഇടയിൽ അളിഞ്ഞ അല്ലെങ്കിൽ അത് പന്നലായ പുഷ്പങ്ങളുണ്ട്. അപ്പോൾ നല്ലത് എടുത്തിട്ട് പന്നലിനെ കളയുമ്പോൾ ആ പന്ന പുഷ്പം അല്ലെങ്കിൽ ചീത്തയായ പുഷ്പം ആ കിടന്ന ബാക്കിയുള്ള പുഷ്പങ്ങൾ കൂടെ നെഗറ്റീവ് പകർന്ന് എന്നിട്ട് നമ്മളത് ചിലത് കാണുമ്പോൾ നമുക്ക് തോന്നും അഴുകിയതിനെ മാറ്റിയിട്ട് നല്ലതിനെ നമ്മൾ പിന്നെയും വെള്ളം തളിച്ചെടുത്ത് വെക്കും. പക്ഷേ അത് ഒരിക്കലും ശരിയുള്ള കാര്യമല്ല. അതിനാൽ തന്നെ അത് പ്രതികൂല ശക്തികളെ വിളിച്ചു വരുത്തുകയും അല്ലെങ്കിൽ പ്രതികൂല ശക്തികളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പൂക്കൾ കഴിവതും ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ദിവസങ്ങളോളം എടുത്ത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു രീതി മാറ്റേണ്ടതാണ്. കാരണം അത് നെഗറ്റീവ് ഊർജ്ജത്തെയാണ് ആഗിരണം ചെയ്യുന്നത്. അതുകൊണ്ട് കഴിവതും ഒരു തുളസി ചെടിയാണെങ്കിൽ 2 തുളസിയിൽ നുള്ളി ആയാലും പൂജാമുറിയിൽ വെച്ചാൽ അത് തന്നെ വളരെ ഭഗവാന് ഇഷ്ടമായ കാര്യമാണ്. അല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ദിവസങ്ങളോളം എടുക്കുമ്പോൾ അത് നെഗറ്റീവ് എനർജി ആഗിരണം ചെയ്യുന്നതിനാണ് കാരണമാകുന്നത്. അതുകൊണ്ട് ഈ തെറ്റ് ചെയ്യാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റ് പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം മരണപ്പെട്ടവരുടെ ചിത്രങ്ങളാണ്. നമുക്ക് മരിച്ചുപോയവരോടുള്ള നമ്മുടെ മനസ്സിൻ്റെ സ്നേഹം അല്ലെങ്കിൽ അവരോടുള്ള മറക്കാൻ പറ്റാത്ത ഒരു സ്നേഹവും ആദരവും കരുതലും ഒക്കെ കൊണ്ട് ചില ആളുകൾ അങ്ങനെ ആരും വെക്കാറില്ല എങ്കിൽ പോലും ചില ആളുകൾ അവരുടെ ചിത്രങ്ങൾ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെക്കാറുണ്ട് അല്ലെങ്കിൽ സ്ഥാപിക്കാറുണ്ട്. ഇത് വാസ്തുശാസ്ത്ര പ്രകാരം ശുഭകരമായ കാര്യമല്ല. കാരണം ഇത് ദൗർഭാഗ്യങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിനും കുടുംബ സമാധാനം തകരുന്നതിനും ഇത് കാരണമായേക്കാം. അതുകൊണ്ട് ഇത്തരത്തിൽ മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. അത് ഐശ്വര്യക്കേട് വരുത്തുന്നതാണ്. നമുക്ക് അവരോട് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. അവർ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് പൂജാമുറിയിൽ വെക്കുന്ന ആരെങ്കിലും ചിത്രങ്ങൾ പൂജാമുറിയിൽ വെക്കുന്നവരുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. കാരണം
അത് ഐശ്വര്യക്കേടിനും ഭാഗ്യദോഷത്തിനുമൊക്കെ കാരണമാകുന്നതാണ്. നമ്മൾക്ക് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട്, അത് വൈകാരികമായ ഇമോഷൻസ് ഒക്കെ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ വാസ്തുശാസ്ത്ര പ്രകാരം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്നതാണ് പൂജാമുറിയിൽ മരിച്ചവരുടെ ചിത്രങ്ങൾ വയ്ക്കുവാൻ പാടില്ല എന്ന കാര്യം. അടുത്തത് പൊട്ടിയ ചിത്രങ്ങളും പ്രതിമകളുമാണ്. ഏറെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ചെറിയ കേടുപാടുകൾ സംഭവിച്ചു, അതായത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോവുകയാണ്, ഗുരുവായൂർ അല്ലെങ്കിൽ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി അവിടെ നിന്ന് ആ ഭഗവാന്റെ രൂപങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ അത് എന്തെങ്കിലും ട്രെയിനിൽ നിന്ന് വരുന്ന വഴിക്കാണെങ്കിലും ചില സൈഡൊക്കെ പൊട്ടുകയും അല്ലെങ്കിൽ എത്ര സൂക്ഷിച്ചു വെച്ചാലും അറിയാതെ കൈയൊന്ന് തുടയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തൊക്കെ തട്ടുകയോ പൊട്ടുകയോ ഒക്കെ ചെയ്താൽ അത് അത്രത്തോളം നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും വീണ്ടും അത് അതേപോലെ പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. കാരണം ഇങ്ങനെ പൊട്ടുന്ന ചിത്രങ്ങൾ അത് വെച്ചാൽ വീണ്ടും അത് സ്ഥാപിച്ചു വെച്ചാൽ അത് നെഗറ്റീവ് ഊർജം പൂജാമുറിയിൽ നിറയാനും ആ നെഗറ്റീവ് ഊർജം പൂജാമുറിയിൽ നിറയുന്നത് മുഖേന അത് വീടിൽ മുഴുവൻ ബാധിക്കാനും അത് ഭവനത്തിലുള്ളവർക്ക് ദോഷത്തിനും കാരണമാകും. അതുകൊണ്ട് പൊട്ടിയ ചിത്രങ്ങളായാലും പൊട്ടിയ പ്രതിമകളായാലും അത് സൂക്ഷിച്ച് പൂജാമുറിയിൽ വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മാറ്റുക തന്നെ അത്യാവശ്യമാണ്. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിമകളുടെ വലിപ്പമാണ്. അപ്പോൾ നമ്മുടെ പൂജാമുറിയിൽ പ്രതിമകൾ വെക്കുകയാണെങ്കിൽ, ചിത്രത്തിൻ്റെ കാര്യമല്ല, പ്രതിമകൾ വെക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങളിലും മറ്റും അവർ സ്ഥാപിക്കുമ്പോൾ, താന്ത്രിക വിധിപ്രകാരം സ്ഥാപിക്കുമ്പോൾ അതിന് ആകൃതിയും വലിപ്പവും ഒക്കെ അനുസരിച്ചാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിലെ പൂജാമുറികളിൽ പോലും പാലിക്കേണ്ടതായിട്ടുള്ളത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, വീട്ടിലെ പൂജാമുറിയിൽ ശിവലിംഗം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ, ചില ആളുകൾ ശിവഭക്തരായിട്ടുള്ള ആളുകൾ ശിവലിംഗം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അത് പെരുവിരലിനേക്കാൾ വലിപ്പത്തിലുള്ളതാവരുതെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ പെരുവിരലിനേക്കാൾ അത് വലിപ്പം കൂടുവാൻ പാടുള്ളതല്ല. അതിനാൽ പൂജാമുറിയിലേക്കുള്ള വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അടുത്തത് ലെതർ ബാഗുകളാണ്. അശുദ്ധമായ വസ്തുക്കൾ പൂജാമുറിക്കുള്ളിൽ ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ട് അടിസ്ഥാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മൃഗത്തോൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ലെതറാണ് മൃഗത്തോൽ ഉപയോഗിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിക്കുന്ന ലെതർ ഉൽപ്പന്നങ്ങൾ പൂജാമുറിയിൽ വയ്ക്കുവാനോ സൂക്ഷിക്കുവാനോ അല്ലെങ്കിൽ അത് ധരിച്ചുകൊണ്ട് പൂജാമുറിയിൽ കയറുവാനോ പാടുള്ളതല്ല. അത് ചില ആളുകൾ സ്ഥലക്കുറവ് കൊണ്ട് ചില സാധനങ്ങൾ ലെതർ ബാഗുകളൊക്കെ പൂജാമുറിയുടെ ഒരു സൈഡിലൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പൂജാമുറിയിൽ കയറാൻ പോകുമ്പോൾ ലെതർ ബാഗ് വിട്ട് പുറത്തേക്ക് പോകുന്ന വേളയിൽ അതിനു മുന്നേ ഭഗവാനെ കണ്ട് വണങ്ങിയിട്ട് പോകുന്നതിനായി ലെതർ ബാഗ് തോളിൽ തൂക്കി പൂജാമുറിയിലേക്ക് പ്രവേശിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാരണം അശുദ്ധമായ ഒരു വസ്തുവാണ്, മൃഗത്തിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് കഴിവതും ഇങ്ങനെയുള്ള ലെതർ ബാഗുകൾ പൂജാമുറിയിൽ സൂക്ഷിക്കാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ അടുത്തത് ഏവർക്കും അറിയുന്ന കാര്യമാണ് പാദരക്ഷകൾ. കഴിവതും പാദരക്ഷകൾ ചില കുട്ടികളുടെ കാലുകളിൽ ചില പഞ്ഞി പോലെയുള്ള പാദരക്ഷകൾ ഇടാറുണ്ട്. അവർ താഴെ നിലത്ത് ചവിട്ടുന്നില്ല എങ്കിൽ പോലും ക്ഷേത്രത്തിൽ കയറുമ്പോൾ അത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അവർ നിലത്ത് ചവിട്ടുന്നില്ലെങ്കിൽ അത് പാദരക്ഷയാണ്. കാരണം തോളിൽ കിടക്കുന്ന കുഞ്ഞാണ് അല്ലെങ്കിൽ കൈക്കുഞ്ഞാണ് എങ്കിലും അവരുടെ കാലിലും ആ പാദരക്ഷയായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അത് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കയറരുത്. പിന്നെ മറ്റുള്ള എല്ലാവർക്കും അറിയാം, ആരും ക്ഷേത്രത്തിൽ പാദരക്ഷകൾ ഉപയോഗിച്ച് കയറുന്നതല്ല. അതേപോലെ തന്നെ സൂക്ഷിക്കേണ്ടതാണ് പൂജാമുറി. അപ്പോൾ പൂജാമുറിയുടെ സൈഡിലായിട്ടും മറ്റും പാദരക്ഷകൾ നമ്മൾ അകത്ത് അടുക്കളയിലും മറ്റും നിൽക്കുമ്പോൾ ടൈലുള്ള തറയാണ്. അപ്പോൾ ടൈൽസിൽ കാലുവേദന ഉള്ളവരൊക്കെ വീട്ടിനുള്ളിൽ ചെരുപ്പിട്ടുകൊണ്ട് ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എങ്കിലും പൂജാമുറിയുടെ സൈഡിലോ മറ്റോ അത് കൊണ്ടുവന്ന് അഴിച്ചിട്ട് അകത്തോട്ട് കയറുന്ന രീതി ഉള്ളവരും അതൊന്ന് സൂക്ഷിക്കണം. ആ ചുറ്റുവട്ടത്ത് എവിടെയും ചെരുപ്പിടാനോ പാദരക്ഷകൾ സൂക്ഷിക്കാനോ അലക്ഷ്യമായി ഇടാതിരിക്കാനോ ശ്രദ്ധിക്കണം. അതിനടുത്ത് ഷൂ റാക്കുകൾ വെച്ചിട്ടുണ്ട്, ചെരുപ്പുകൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം. അതും പൂജാമുറിയുടെ അടുത്ത് വരാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഭവനത്തിൽ പൂജാമുറിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവയാണ്. കാരണം മുന്നോട്ടുള്ള ജീവിതത്തിന് ഉന്നതിയും അല്ലെങ്കിൽ ആ പൂജാമുറിയിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജമല്ല നമ്മളിലേക്ക് എത്തേണ്ടത്, പോസിറ്റീവായിട്ടുള്ള ഊർജ്ജവും പോസിറ്റീവായിട്ടുള്ള കിരണങ്ങൾ നമ്മളിലേക്ക് ആഗിരണം ചെയ്തെത്തണമെങ്കിൽ ഇങ്ങനെയായിട്ടുള്ള നെഗറ്റീവ് തരുന്ന കാര്യങ്ങൾ മാറ്റേണ്ടതും അത് മാറി ചെയ്യേണ്ടതും അല്ലെങ്കിൽ പുതിയതായിട്ടൊരു മാറ്റത്തിലേക്ക് എത്തേണ്ടതും അത്യാവശ്യമാണ്. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നമസ്കാരം.